ലൈംഗിക പീഡന പരാതിയിൽ ഷൊർണൂർ എംഎൽഎ പി കെ ശശിക്കെതിരെ കൂടുതൽ നടപടിയില്ല. നടപടി സിപിഎം കേന്ദ്ര കമ്മിറ്റി ശരിവച്ചു. ശശിയെ 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത സംസ്ഥാന കമ്മിറ്റി തീരുമാനമാണ് കേന്ദ്ര കമ്മിറ്റി ശരിവച്ചത്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ, ഈ വിഷയത്തിനകത്ത് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ച നിലപാടും നയവും അത് പൂർണ്ണമായും ശരിവച്ചിരിക്കുകയാണോ കേന്ദ്ര നേതൃത്വം? ലൈംഗിക ആരോപണ ആക്ഷേപത്തിൽ ഷൊർണൂർ എംഎൽഎ പി കെ ശശിക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്നത് കൃത്യമായി ഇപ്പോൾ പറയാൻ സാധിക്കുന്നു. കാരണം സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തന്നെയാണ് ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ഘടകം സ്വീകരിച്ച നടപടികളെ പൂർണ്ണമായും ശരിവെക്കുന്ന സമീപനം തന്നെയാണ് ഇന്ന് കേന്ദ്ര കമ്മിറ്റി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചത്. യോഗം സമാപിക്കുന്നതിന് മുമ്പ് പി കെ ശശി വിഷയം സജീവമായി ചർച്ചയ്ക്ക് വരികയായിരുന്നു. കേരളത്തിൽ പി കെ ശശിക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന ഘടകം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും ഈ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പി കെ ശശി പുറത്താക്കുകയും ചെയ്ത നടപടിയെ പൂർണ്ണമായും ശരിവെക്കുന്ന സമീപനമാണ് സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കൈക്കൊണ്ടത്. അതിന് കാരണമായി പ്രത്യേകിച്ച് പറയുന്നത് പാർട്ടിയുടെ സംഘടനാ ചട്ടങ്ങൾ അനുസരിച്ച് 6 നിലയിലുള്ള ശിക്ഷാ നടപടികളാണ് ഒരു പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഒരു നേതാവിനെതിരെ സ്വീകരിക്കാൻ സാധിക്കുക. അതിൽ ഒന്ന് താക്കീത് എന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ പ്രവർത്തകനെ അല്ലെങ്കിൽ നേതാവിനെ താക്കീത് ചെയ്യാം. മറ്റൊന്ന് ശാസന എന്നുള്ളതാണ്. മൂന്നാമത്തെ നടപടിക്രമം എന്നത് പരസ്യമായ ശാസനയാണ്. 4ാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഔദ്യോഗികമായ ചുമതലകൾ വഹിക്കുന്നുണ്ട് എങ്കിൽ ആ ചുമതലകളിൽ നിന്ന് ഇയാളെ മാറ്റി നിർത്തുക, സിപിഎം പ്രവർത്തകനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. 5ാമത്തെ ശിക്ഷാ നടപടി എന്ന് പറയുന്നതാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അതിന് ഒരു കാലയളവിൽ മാത്രമേ മാറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള 5ാമത്തെ ശിക്ഷാ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഒരു ശിക്ഷാ നടപടി കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. അത് പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുക എന്നുള്ളതാണ്. അതാണ് സംഘടനാ ചട്ടം അനുസരിച്ച് സിപിഐഎമ്മിന് നൽകാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ. അതായത് ഇപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഏറ്റവും കടുത്ത ശിക്ഷ നൽകിയിട്ടില്ല. മറിച്ച് ഏറ്റവും ശിക്ഷാഗണത്തിൽ വരുന്നതിൽ ഏറ്റവും കടുത്തതിൽ നിന്ന് തൊട്ടു താഴെയുള്ള ശിക്ഷാ നടപടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ നടപടിയാണ് ഈ ആരോപണത്തിന് ഉചിതമായിട്ടുള്ളത് എന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ VS അച്യുതാനന്ദൻ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു വലിയ പരാതി കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിച്ചത്. അതായത് അച്ചടക്ക നടപടി എന്നത് പര്യാപ്തമല്ല. പ്രത്യേകിച്ച് സ്ത്രീ പീഡനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് സിപിഐഎം. സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സിപിഐഎം. അങ്ങനെ വിഷയത്തിനകത്തു മാത്രമല്ല, വനിതാ മതിലുമായി ബന്ധപ്പെട്ടും VS അച്യുതാനന്ദൻ കൂടുതൽ വ്യക്തമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നു. അത് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം കത്തിലൂടെ പ്രകടമാക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അപർണ, ഇതിൽ 2 തരത്തിലാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടത്. ഒന്ന് സംഘടനാപരമായ വിഷയമാണ്. അതായത് പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യുമ്പോൾ അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമായ ഒരു വിഷയമാണ്. അവിടെ കൃത്യമായ നിലപാടെടുക്കുന്നു. പെൺകുട്ടിയുടെ പരാതിയടക്കം ലഭിച്ചു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. VS അച്യുതാനന്ദന്റെ കത്തും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വനിതാ മതിൽ എന്നത് സംഘടനയ്ക്ക് പുറത്തുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല, ഈ തീരുമാനമെടുത്തിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ആണ് എന്നതും വ്യക്തമാണ്. സർക്കാർ എന്നത് ഒരു മുന്നണി സംവിധാനമാണ്. സിപിഐഎം മാത്രം ഭരിക്കുന്ന ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ കേരളം. മറിച്ച് സിപിഐഎം നേതൃത്വം നൽകുന്ന മുന്നണിയാണ് സർക്കാരിന് നേതൃത്വം നൽകുന്നത്. ഈ സർക്കാരും മറ്റു ഇതര ഘടകകക്ഷികളും ഉണ്ട് താനും. അത്തരത്തിൽ ഇതര ഘടകകക്ഷികളുടെ കൂടി തീരുമാനത്തിന്റെ പ്രകാരമായിട്ടാണ് ഇപ്പോൾ ഒരു വനിതാ മതിൽ എന്ന നവോത്ഥാന മുന്നേറ്റം കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് സർക്കാരിന് കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ദില്ലിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുസ്ലിം ലീഗിനുമെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്തെത്തിയത് വർഗീയതയിലൂടെയാണെന്ന് വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ വർഗീയ പാർട്ടിയെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയത് തന്നെ എങ്ങനെയാണ്? വർഗീയതയിലൂടെയാണ് കിട്ടിയത്. ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഐക്യത്തിന്റെ ആ ഗുണം ജാതി പറഞ്ഞ് സുമാനന്ദാനം മേടിച്ച് നേരെ കൊടുത്തത് ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുനീർ ആരാണ്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? മുസ്ലിം ലീഗ് എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ യഥാർത്ഥ ജാതി ആരാണ് എന്ന് ജനത്തിന് മനസ്സിലാകും. പാസ്സാക്കിയിട്ട് സഹകരിക്കുകയില്ലേ? ഇനി നിസ്സഹകരണത്തിന് പ്രശ്നമൊന്നുമില്ല. പ്രമേയം പാസ്സാക്കി സർക്കാരിൽ പോയി ആളുകളെല്ലാം ഉഷാറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിലുണ്ടായ വെടിവെപ്പിന് പിന്നിൽ അധോലോക തലവൻ രവി പൂജാരിയാണെന്ന് ബ്യൂട്ടി പാർലർ ഉടമയും നടിയുമായ ലീന മരിയ പോൾ. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നാളെ കോടതിയെ സമീപിക്കുമെന്നും ലീന ന്യൂസ് 18നോട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഹവാല ഇടപാടുകാരിലേക്ക് നീങ്ങുന്നതായാണ് സൂചന.
അധോലോക നായകൻ രവി പൂജാരിയുടെ പേരിൽ തനിക്ക് പലതവണ ഭീഷണി കോളുകൾ വന്നിരുന്നുവെന്നാണ് ലീന മരിയ പോളിന്റെ വെളിപ്പെടുത്തൽ. രവി പൂജാരി അറിയില്ലെങ്കിൽ ഗൂഗിൾ അബൌട്ട് ആദ്യം അവർ പറയും they need 5 crore, 10, then they want 25. അപ്പോൾ it's all different amount. ഇപ്പോഴും തനിക്ക് ഭീഷണിയുണ്ട്. ഇക്കാര്യം നാളെ കൊച്ചിയിലെത്തി പോലീസിന് മൊഴി നൽകുമ്പോൾ വെളിപ്പെടുത്തും. ഭീഷണിയുള്ളതിനാലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതെന്നും ലീന ന്യൂസ് 18നോട് പറഞ്ഞു. ഹവാല ഇടപാടുകളുമായി തനിക്ക് ബന്ധമില്ല. ഭർത്താവ് സുകാശുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവത്തിന് പിന്നിലില്ല. ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ് ആൻഡ് ഹി ഷുഡ് ഗെറ്റ് ദ ത്രെറ്റ്സ്. നോ, അപ്പൊ ആ കോളിൽ അവർ പറയണല്ലോ അത് ഇസ് ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ്. അവർ പറയുന്നത് എന്നോടാണ് ചോദിക്കുന്നത്. ബാങ്ക് സാമ്പത്തിക ക്രമക്കേടിൽ തന്നെ കോടതി വെറുതെ വിട്ടതാണെന്നും ഭർത്താവിനെതിരെയുള്ള കേസുകൾ കോടതിയിലായതിനാൽ ഇപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്നും ലീന പറഞ്ഞു. ആ കേസിൽ ഞാൻ അക്വിറ്റഡ് ആണ്. I am no more. I don't have that case anymore. ആ കേസിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. CBI has given a clear statement. എന്നാൽ സംഭവത്തിൽ രവി പൂജാരിക്ക് ബന്ധമുണ്ടോ എന്ന പോലീസിന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഹവാല ഇടപാടുകാരുമായി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ ലഹരി മരുന്നുമായി സിനിമാ സീരിയൽ നടി പിടിയിൽ. അശ്വതി ബാബുവാണ് പിടിയിലായത്. ഇവരുടെ ഫ്ളാറ്റിൽ നിന്ന് തൃക്കാക്കര പോലീസ് ലഹരി വസ്തുവായ MDMA കണ്ടെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ലഹരി മരുന്ന് എത്തിച്ചത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർ ബിനോയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ പ്രതിമ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി അനാച്ഛാദനം ചെയ്തു. DMK ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിലായിരുന്നു ചടങ്ങ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രിമാരായ ചന്ദ്രബാബു നായിഡു, പിണറായി വിജയൻ എന്നിവർ പങ്കെടുത്തു. ഇതിനുശേഷമുള്ള പൊതുസമ്മേളനം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. വിവരങ്ങളുമായി MR രാഗേഷ് ചേരുന്നു. രാഗേഷ്, DMKയുടെ വേദിയിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ എത്തുന്നത് രാഷ്ട്രീയപരമായി കൂടി ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വിശദാംശങ്ങൾ എന്താണ് ചടങ്ങിന്റെ? അപർണ, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ പ്രതിമ അനാച്ഛാദനം എന്നതിലുപരി രാഷ്ട്രീയമായി ഏറെ മാനമുള്ള ഒരു ചടങ്ങ് കൂടിയാണിത്. കാരണം പ്രതിപക്ഷ കൂട്ടായ്മ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഒരു അനൌദ്യോഗിക ചടങ്ങ് കൂടിയായിട്ട് നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം പ്രതിപക്ഷ കക്ഷിയിലെ എല്ലാ നേതാക്കളെയും ഇന്നത്തെ ചടങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ വളരെ ശ്രദ്ധേയമായ കാര്യം, BJPയിലെ നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല എന്നതോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഓഗസ്റ്റിൽ നടന്ന കരുണാനിധി അനുസ്മരണ ചടങ്ങിൽ BJP നേതാക്കളെ ക്ഷണിച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് BJP നേതാക്കളെ ക്ഷണിക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രതിമ അനാച്ഛാദനത്തിന് ശേഷം DMKയുടെ അധ്യക്ഷൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കും അതേപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും വാളുകൾ ഉപഹാരമായി നൽകിക്കൊണ്ടായിരുന്നു. ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കൂട്ടായ്മയുടെ ഐക്യം അവർ പ്രകടിപ്പിച്ചത്. ഇതിനെ വൻ ഖരഘോഷത്തോടുകൂടിയാണ് നേതാക്കളും പ്രവർത്തകരും ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ്. അല്പസമയത്തിനുള്ളിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സംസാരിക്കും. അപർണ, വിശദാംശങ്ങൾ നൽകിയത് രാകേഷ്. ഭൂപേഷ് ബഘേൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. MLA-മാരുടെ യോഗത്തിന് ശേഷമാണ് ബഘേലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. അവസാന നിമിഷം വരെ പ്രതിപക്ഷ നേതാവായിരുന്ന TS സിംഗ്ദേവ് മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും ബഘേലിന് നറുക്കുവീഴുകയായിരുന്നു. 2013 മുതൽ PCC അധ്യക്ഷനായ ബഘേൽ പാർട്ടി അധികാരത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചുവെന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുമുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിന് പുറമെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നാളെയാണ് സത്യപ്രതിജ്ഞ. കാർഷിക വായ്പകൾ എഴുതി തള്ളുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ബഘേൽ പറഞ്ഞു. റഫാൽ ഇടപാടിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുണകൾ ആവർത്തിക്കുന്ന കോൺഗ്രസ് ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകർക്കാനും സൈന്യത്തെ ദുർബലപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നതെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. സർക്കാരിനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അറ്റോർണി ജനറലിനെതിരെ ലോക്സഭയിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാനാണ് CPM-ന്റെ തീരുമാനം. റഫാൽ ഇടപാടിൽ അന്വേഷണം വേണ്ടെന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ പ്രതികരിക്കുന്നത്. സൈന്യത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് രാജ്യത്തിന്റെ ശത്രുക്കൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾക്ക് കരഘോഷം പാകിസ്ഥാനിലാണ്. സർക്കാരിന്റെ ആയുധിടപാടിൽ കോൺഗ്രസ് ഭരണകാലത്തെ പോലെ ഒട്ടാവിയോ കൊത്രോച്ചിയോ ക്രിസ്ത്യൻ മിഷേലോ ഇല്ലെന്നും മോദി പരിഹസിച്ചു. क्यों देश की सुरक्षा से खिलवाड़ किया जा रहा है? आज देश के सामने दो पक्ष है. एक पक्ष सत्य का है, दूसरा पक्ष जो किसी भी कीमत पर
देश को कमजोर करना चाहता है। സുപ്രീം കോടതി വിധി റദ്ദാക്കണമെന്നും കോടതി ലക്ഷ്യത്തിന് സർക്കാരിനെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. Judgment should be recalled and the government is guilty both of perjury and contempt of the Honorable Supreme Court. At the same time, it's a grave breach of privilege of the Parliament. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അറ്റോർണി ജനറൽ കെ വേണുഗോപാലിനെതിരെ ലോക്സഭയിൽ CPM-ഉം രാജ്യസഭയിൽ RJD-യും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും. പ്രിവിലേജ് മോഷൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ലോകസഭയിൽ രാജ്യസഭയിലും കൊടുക്കുന്നുണ്ട്. ലോകസഭയിൽ അറ്റോർണി ജനറലെ വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ വിശദീകരണം തേടണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന സൗജന്യ സേവനങ്ങൾ ബാങ്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും GST ബാധകമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് നടപടി. ചെക്ക് ബുക്ക്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗം എന്നിവയ്ക്കെല്ലാം ഇനി ഫീസ് നൽകേണ്ടി വരും. കഴിഞ്ഞ 6 വർഷത്തിനിടെ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയ സൗജന്യ സേവനങ്ങളുടെ നികുതിയായി 40,000 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തെ 19 ബാങ്കുകൾക്ക് നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. തുക ബാങ്കുകൾ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് പിഴ ചുമത്തി വീണ്ടും നോട്ടീസ് നൽകി. ഇതോടെയാണ് സൗജന്യമായി നൽകി വരുന്ന എല്ലാ സേവനങ്ങൾക്കും അക്കൗണ്ട് ഉടമകളിൽ നിന്നും നികുതി ഈടാക്കാൻ രാജ്യത്തെ പ്രധാന ബാങ്കുകൾ തീരുമാനിച്ചത്. ഇന്ത്യയിലെ ബാങ്കിങ്ങിന്റെ ഒരു സംവിധാനം അടിമുടി പൊളിച്ചെഴുതുന്നതിനുള്ള ഒരു നിർദ്ദേശത്തിന്റെ അജണ്ട ഇത് വളരെ കൃത്യമായും ഇതിന്റെ പിന്നിൽ കാണാൻ നമുക്ക് കഴിയും. മിനിമം ബാലൻസ് സൂക്ഷിക്കുന്ന അക്കൗണ്ട് ഉടമകൾക്ക് ഇപ്പോൾ ചെക്ക് ബുക്ക്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ, പാസ്ബുക്ക് എന്നിവയെല്ലാം ബാങ്കുകൾ സൗജന്യമായാണ് നൽകുന്നത്. ഇനി മുതൽ ഈ സേവനങ്ങൾക്കെല്ലാം പണം നൽകേണ്ടി വരും. എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും 18% GST ചുമത്താനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗവൺമെന്റിന്റെ ഈ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം ഗവൺമെന്റ് പിന്തുടർന്നു പോകുന്ന നയങ്ങളാണ്. കാരണം ഈ നയങ്ങൾ വിപണിയിൽ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ക്രയശേഷിയെ ബാധിച്ചു. ഇന്ധന സർചാർജ് ഇനത്തിൽ റീഫണ്ടായി ലഭിക്കുന്ന തുകയ്ക്ക് പോലും ഇനി നികുതി നൽകേണ്ടി വരും. ബാങ്കിങ്ങിന് പുറമെ സൗജന്യ സേവനങ്ങൾ നൽകുന്ന മറ്റു മേഖലകൾക്കും വൈകാതെ നികുതി ചുമത്തും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമലയിലെ നിരോധനാജ്ഞ 2 ദിവസത്തേക്ക് കൂടി നീട്ടി. ചൊവ്വാഴ്ച വൈകിട്ട് വരെയാണ് നിരോധനാജ്ഞ നീട്ടിയത്. ഇന്ന് അർദ്ധരാത്രിയാണ് നിരോധനാജ്ഞ അവസാനിക്കേണ്ടിയിരുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് നിരോധനാജ്ഞ നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ജനുവരി 14 വരെ നിരോധനാജ്ഞ നീട്ടണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ പോലീസ് തിരിച്ചയച്ചു. എറണാകുളത്ത് നിന്ന് കെട്ടുനിറച്ചെത്തിയ 4-അംഗ സംഘത്തെ എരുമേലിയിലാണ് തടഞ്ഞത്. പുരുഷന്മാരുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി സംഘം പരാതിപ്പെട്ടു. ദർശനത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ ശബരിമല നിരീക്ഷണ സമിതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. ട്രാൻസ്ജെൻഡറുകളായ ആവന്തിക, അനന്യ, രഞ്ജു, തൃപ്തി ഷെട്ടി എന്നിവർ കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനത്തിനായി കെട്ടുനിറച്ചത്. സംരക്ഷണം ആവശ്യപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തെയും പോലീസ് അധികൃതരെയും ഇവർ സമീപിച്ചിരുന്നു. എന്നാൽ പോലീസ് സുരക്ഷയുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കൊച്ചിയിൽ നിന്നും ശബരിമലക്ക് പുറപ്പെട്ട സംഘത്തെ പുലർച്ചെ എരുമേലിയിൽ പോലീസ് തടഞ്ഞു. വസ്ത്രധാരണ രീതി ചോദ്യം ചെയ്താണ് പോലീസ് സംഘം ഇവരെ മടക്കി അയച്ചത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾ എന്തിനാ ആവശ്യപ്പെട്ട് നിങ്ങൾ തനി അങ്ങ് പോയാൽ പോരായിരുന്നോ? എന്തിനാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ കലാപമുണ്ട്. ഞാൻ വനിതാ പോലീസുകാർ ഉൾപ്പെടെ നിങ്ങൾ ആൺവേഷം, നിങ്ങൾ പാൻറ് ഷർട്ട് ഇടണം അല്ലെങ്കിൽ മുണ്ട് ഷർട്ട് കൊടുക്കണം എന്നുള്ള അവസ്ഥയിലായി. മുൻവർഷങ്ങളിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർ ശബരിമല ദർശനം നടത്തിയെന്നിരിക്കെ സ്ത്രീകളുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തിയതിന് തടയുന്നതെന്തിന് എന്നാണ് ഇവരുടെ ചോദ്യം. വിശ്വാസത്തിന്റെ ഭാഗമായ ഇരുമുടിക്കെട്ട് ശബരിമലയിൽ എത്തിക്കണമെന്നും നെയ്യഭിഷേകം നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ദർശനം അനുവദിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിയുടെ അഭിപ്രായം തേടുമെന്ന് കോട്ടയം SP പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിരീക്ഷക സമിതിയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമിതിക്ക് മുമ്പാകെ ഒരു അപേക്ഷ നൽകാനായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷം മതിയായ പോലീസ് സുരക്ഷ നൽകും. ന്യൂസ് 18 സന്നിധാനം. ഒടിയൻ സിനിമയുടെ പ്രചാരണ പോസ്റ്ററും ഫ്ലക്സും വിവാദത്തിൽ. പ്രചാരണ ഫ്ലക്സുകളിൽ മദ്യത്തിന്റെ പരസ്യമാണെന്നാണ് ആക്ഷേപം. ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തുമെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഒടിയന്റെ പ്രചരണാർത്ഥമുള്ള ഫ്ലെക്സുകളാണിത്. ഇവ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കിങ്ഫിഷർ സ്ട്രോങ് സോഡയാണ്. എന്നാൽ ഈ പേരിൽ സോഡ ഉൽപ്പന്നമില്ല. ഉള്ളതാകട്ടെ കിങ്ഫിഷർ സ്ട്രോം എന്ന പേരിൽ ബിയറും, സോഡയുടെ പേരാകട്ടെ കിങ്ഫിഷർ സ്ട്രോങ് സോഡയുമെന്നുമാണ്. ചുരുക്കത്തിൽ സോഡയുടെ പരസ്യമാണെന്ന് തോന്നുമെങ്കിലും പരസ്യദാതാക്കൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബിയർ ബ്രാൻഡിനെ തന്നെയെന്ന് വ്യക്തം. അബ്കാരി നിയമം 55H വകുപ്പ് പ്രകാരം മദ്യത്തിന് പരസ്യം നൽകുന്നത് കുറ്റകരമാണ്. 55H അനുസരിച്ച് സോളിസിറ്റിംഗ് use, consumption of sale of liquor, that is punishable under section 55H, that is punishable up to the sentence for a period of 6 months or 25,000 rupees or both. സിനിമയുടെ പ്രചരണം നടത്തിയത് മാർക്കറ്റിംഗ് കമ്പനിയാണെന്നും തെറ്റുകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നുമാണ് സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ പ്രതികരണം. അതിന്റെ നോംസ് പറ്റിയിട്ട് പാലിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അല്ലാതെ
ചെയ്യാൻ വഴിയില്ല. എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ഞാൻ അന്വേഷിക്കാം. ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് അറിയിച്ചു. CN പ്രകാശ്, ന്യൂസ് 18, കൊച്ചി. ഒടിയൻ സിനിമയ്ക്കെതിരായ പ്രചാരണത്തിന് പിന്നിൽ മഞ്ജു വാര്യരെ തകർക്കാനുള്ള നീക്കങ്ങളാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സംവിധായകൻ ശ്രീകുമാർ മേനോൻ. സോഷ്യൽ മീഡിയയിലെ ആക്രമണം പരിശോധിക്കുമ്പോൾ ഇതാണ് മനസ്സിലാകുന്നതെന്നും ശ്രീകുമാർ മേനോൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനിവിടെ ശ്രമിച്ചത് എനിക്കറിയുന്ന ഒരു അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് സയൻസിനെ നമ്മളുടെ ഞാൻ ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ അതിനൊരു ഉൽപ്പന്നമാക്കി കണ്ടുകൊണ്ട് ആ ഉൽപ്പന്നത്തിനെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വിപണന തന്ത്രം ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. 50 കോടി സെക്കൻഡ് ഡേ കിടക്കും നമ്മുടെ സിനിമ ഇന്നത്തെ കണക്ക്, അതായത് ഇന്നലത്തെയും കൂടി എടുത്തു കഴിഞ്ഞാൽ. ഹർത്താൽ പ്രഖ്യാപനത്തെ ചൊല്ലി BJPക്കുള്ളിൽ ഭിന്നത. അനാവശ്യ സമര പ്രഖ്യാപനങ്ങൾ പാർട്ടിയുടെ ജനപിന്തുണ ഇല്ലാതാക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിമർശനം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന്റെ ഭാവി സംബന്ധിച്ചും നേതൃത്വത്തിന് ആശങ്കയുണ്ടെന്നാണ് സൂചന. അതേസമയം നേതൃത്വവുമായി ആലോചിച്ചിട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നാണ് PS ശ്രീധരൻപിള്ളയുടെ നിലപാട്. ശബരിമല സമരത്തെ തുടർന്ന് രൂപപ്പെട്ട അനുകൂല സാഹചര്യങ്ങൾ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്നതാണ് BJPയുടെ ആശങ്ക. തുടർച്ചയായ സമരങ്ങൾ ജനവികാരം തങ്ങൾക്ക് എതിരാക്കുമെന്നതാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ പ്രഖ്യാപനത്തോടെ ഈ വാദം പാർട്ടിയിൽ കൂടുതൽ ശക്തമായി. പെട്ടെന്നുള്ള വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ ചില നേതാക്കളുടെ താൽപര്യപ്രകാരം മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നാണ് വിമർശനം. വേണുഗോപാലൻ നായരുടെ മരണമൊഴി പുറത്തുവന്നതോടെ ഹർത്താൽ പ്രഖ്യാപിച്ച നേതൃത്വം തന്നെ പ്രതിക്കൂട്ടിലായി. അനാവശ്യ ഹർത്താലെന്ന ഇടതു വലതു മുന്നണികളുടെ പ്രചരണം ജനവികാരം കൂടുതൽ എതിരാകുന്നതിന് കാരണമായി. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തന്നെ ഹർത്താലിനെതിരെ നിലപാടെടുത്തതോടെ സംസ്ഥാന നേതൃത്വം കൂടുതൽ വെട്ടിലായി. എന്നാൽ നേതാക്കളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയുടെ നിലപാട്. ആലോചിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തി ഔപചാരികമായി പ്രഖ്യാപിച്ചതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാവി സംബന്ധിച്ചും BJP നേതൃത്വത്തിന് ആശങ്കയുണ്ട്. ശബരിമലയിൽ പൊതുവിൽ സ്ഥിതിഗതികൾ ശാന്തമായ സാഹചര്യത്തിൽ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഓരോ ദിവസവും ഓരോ ജില്ലയ്ക്ക് ചാർജ് നൽകിയാണ് ഇപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമരവും പ്രചരണവും ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യവും BJPക്കുള്ളിൽ ഉയരുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോഗ്യമന്ത്രി KK ശൈലജ അഹമ്മദാബാദിൽ പങ്കെടുത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകർ RSS നിയന്ത്രണത്തിലുള്ള സംഘടന തന്നെ. RSSന്റെ ദേശീയ തലത്തിലുള്ള ശാസ്ത്ര സംഘടന വിജ്ഞാൻ ഭാരതിയുടെ ഉപവിഭാഗമായ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. വേൾഡ് ആയുർവേദ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ ആദ്യവരെയായി തന്നെ വിജ്ഞാൻ ഭാരതി ബന്ധം വ്യക്തമാക്കിയിട്ടുണ്ട്. RSS സംഘടനയായ വിജ്ഞാൻ ഭാരതി നേരിട്ടായിരുന്നു തുടക്കത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നത്. സർക്കാർ സഹായം എളുപ്പമാക്കാനായി പിന്നീട് ചുമതല വേൾഡ് ആയുർവേദ ഫൗണ്ടേഷൻ നൽകി. വിജ്ഞാൻ ഭാരതി നേതാക്കൾ മാത്രം നേതൃത്വം നൽകുന്ന ഫൗണ്ടേഷനാണിത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കേരള സർക്കാരും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യ കോൺഗ്രസ് നടന്നത് 2002 കൊച്ചിയിലാണ്. അന്നത്തെ ആരോഗ്യമന്ത്രി P ശങ്കരൻ ഉദ്ഘാടന ചടങ്ങിലും പൊതുപരിപാടിയിൽ മുഖ്യമന്ത്രി AK ആന്റണിയും പങ്കെടുത്തിരുന്നു. കൽക്കത്തയിൽ നടന്ന കഴിഞ്ഞ കോൺഗ്രസിലും ആരോഗ്യമന്ത്രി KK ശൈലജ പങ്കെടുത്തിരുന്നു. സിംഹപ്പുറത്തിരിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയാണ് വേൾഡ് ആയുർവേദ കോൺഗ്രസ് ആരംഭിക്കുന്നത്. BMSഉം വിശ്വ ഹിന്ദു പരിഷത്തും പോലെയുള്ള പരിവാർ സംഘടന തന്നെയാണ് വിജ്ഞാൻ ഭാരതിയും. എല്ലാ പാർട്ടികളുടെയും പോഷക സംഘടനകൾ എന്ന പോലെ വിജ്ഞാൻ ഭാരതിയും പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തുന്നത്. R കിരൺ ബാബു, ന്യൂസ് 18 തിരുവനന്തപുരം. പാർട്ടി തീരുമാനപ്രകാരമാണോ ആയുർവേദ കോൺഗ്രസിൽ പങ്കെടുത്തതെന്ന് ശൈലജ വ്യക്തമാക്കണമെന്ന് ഷിബു ബേബി ജോൺ. വിജ്ഞാൻ ഭാരതി RSS സംഘടനയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മറ്റ് സംഘടനകൾ ഇതിനോട് സഹകരിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അത് ഒഴിവാക്കി. അതായത് RSSന്റെ അജണ്ടയുടെ ഭാഗമായി ഒരു പരിപാടി, അത് കേന്ദ്ര ഗവൺമെൻറ് പരിപാടി അല്ലെന്ന് ആ പടം കണ്ടാൽ അറിയാം. കാരണം ഭാരതാമ്മയുടെ പടവും അതിന് തൊഴുന്ന നിലയിലേക്ക് RSSന്റെ ശൈലിയിൽ തന്നെ നടത്തുന്ന ഒരു പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി പങ്കെടുത്ത് അതിനെ വെള്ളപൂശുക എന്നുള്ളതിനെക്കുറിച്ച് ശ്രീമതി ശൈലജ ടീച്ചർ മറുപടി പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ഇത് ഇടതുപക്ഷം അംഗീകരിച്ചുകൊണ്ട് CPM അംഗീകരിച്ചുകൊണ്ട് തന്നെയാണോ ഇതിൽ പങ്കെടുത്തത്? ശബരിമലയിലെ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ തീർത്ഥാടകരുടെ വരവിൽ വൻ വർധന. ഈ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ മല ചവിട്ടിയത് ഇന്നലെയായിരുന്നു. അപ്പം അരവണ വിൽപ്പനയും കാണിക്കവരവും വർദ്ധിച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. നാമജപ പ്രതിഷേധവും ശബരിമല മുൻപ് കാണാത്തത്ര പോലീസ് സന്നാഹവുമായി തുടങ്ങിയ മണ്ഡലകാലം ഒരു മാസം പിന്നിടുകയാണ്. തുടക്കത്തിലുണ്ടായ അയ്യപ്പ ഭക്തരുടെ കുറവ് നടവരവിലുൾപ്പെടെ പ്രതിഫലിച്ചുവെങ്കിലും ഇപ്പോൾ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെയാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തെത്തിയത്.
ഇന്നലെ മാത്രം 82,233 തീർത്ഥാടകർ ദർശനം നടത്തി. ഇത് സീസണിലെ റെക്കോർഡാണ്. അയ്യപ്പന്മാരുടെ തിരക്ക് കൂടിയതായും പ്രസാദ വിതരണവും കാണിക്കവരവും വർദ്ധിച്ചതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പറഞ്ഞു. എങ്കിലും കാണിക്കയിടുന്നതിനെ പറ്റിയുണ്ടായ കുപ്രചരണം ശബരിമല വരുമാനത്തിൽ ഇടിവ് വരുത്തിയിട്ടുണ്ട്. ഇത് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുക, ആ തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ട് ദോഷമുണ്ടാക്കുക. ഇടത്താവളങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുമെന്നും പത്മകുമാർ പറഞ്ഞു. ന്യൂസ് 18 സന്നിധാനം.